നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 783rd day. Today, 5th sloka of Pradamaskandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 783 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ശ്ലോകം. സാധയിത്വാ ജാതശത്രു സ്വരാജ്യം ഹിതവൈഹൃതം ഗാതയിത്വാ സദോരാജ്ഞ കുജസ്പർശക്ഷദായുഷ. ഓം തത്സത്. കജസ്പർശക്ഷദായുഷ. ഓം തത്സത്. സാധയിത്വാ ജാതശത്രു സ്വരാജ്യം ഹിതവൈഹൃതം ഗാതയിത്വാ സദോരാജ്ഞ കജസ്പർശക്ഷദായുഷ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സാധയിത്വ അജാതശത്രു സ്വരാജ്യം ഹിതവൈ ഹൃദം ഘാതയിത്വ അസതോ അസത ഘാതയിത്വ അസത രാജ്ഞ കജസ്പർശക്ഷദായുഷ. അത് ഒരു വാക്കാണ്. കജസ്പർശക്ഷദായുഷ, അതായത് കജത്തെ സ്പർശിച്ചതുകൊണ്ട് ആയുസ് നശിച്ചവർ, ആയുസ് കുറഞ്ഞവർ എന്നർത്ഥം. കജ തലമുടി, സ്പർശനം ക്ഷദായുഷ നിമിത്തം ആയുസ് ക്ഷയിച്ചവർ. ഹിതൈവ എന്ന് പറഞ്ഞാൽ വഞ്ചകന്മാരാൽ ഹൃദം അപഹരിക്കപ്പെട്ട അജാതശത്രു ധർമ്മപുത്രരുടെ ശത്രുക്കളെ ജയിച്ച എന്നുള്ള ധർമ്മപുത്രരുടെ സ്വരാജ്യത്തെ സാധിപ്പിച്ചിട്ട് കജസ്പർശക്ഷദായുഷ തലമുടിയുടെ സ്പർശന നിമിത്തം ക്ഷയിച്ച ആയുസ്സോടുകൂടിയ അസത്തുക്കളായ രാജാക്കന്മാരെ ഘാതയിത്വ വധിപ്പിച്ചിട്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ നടത്തിക്കൊടുത്ത പ്രവൃത്തികളെയാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചതിയന്മാരായ ദുര്യോധനാദികൾ അപഹരിച്ചതായിട്ടുള്ള ധർമ്മപുത്രരുടെ രാജ്യത്തെ അദ്ദേഹത്തിന് തന്നെ സ്വാധീനപ്പെടുത്തി കൊടുത്തു. അത് അവരെ വധിക്കാൻ കാരണം, അല്ലെങ്കിൽ അവർക്ക് ആയുസ് നശിക്കാൻ കാരണം ദ്രൗപദിയുടെ തലമുടി പിടിച്ചു വലിക്കുക മുതലായ അന്യായ പ്രവൃത്തികൾ നിമിത്തം അവരുടെ ആയുസ് നശിച്ചവരായ ദുര്യോധനാദികളെ ഭീമസേനൻ, അർജുനൻ മുതലായവരെ കൊണ്ട് വധിപ്പിച്ച് ആ രാജ്യം ധർമ്മപുത്രർക്ക് അധീനമാക്കി കൊടുത്തു, സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇതിലൂടെ പറയുന്നത്, ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൂതനായിട്ടൊക്കെ പോയി എപ്പോഴും പാണ്ഡവന്മാർ, ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാണ്ഡവന്മാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും ഉപദേശവും എപ്പോഴും ഉണ്ടായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഭഗവാൻ അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യം അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികളിൽ നിന്നും സാധിപ്പിച്ചു കൊടുത്തു, വാങ്ങിക്കൊടുത്തു എന്നാണ് പറയുന്നത്. മഹാഭാരത യുദ്ധത്തിലൂടെ ഭഗവാൻ അവരെയെല്ലാം അധർമ്മകാരികളെയെല്ലാം വധിച്ച് ഈ ധർമ്മപുത്രർക്ക് രാജ്യം വാങ്ങിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അവർക്ക് ആയുസ് നശിക്കാനും മറ്റു കാരണമാണ് കജസ്പർശക്ഷദായുഷ എന്ന് പറയുന്നത്. അതായത്
മുടി സ്പർശിച്ചത് കൊണ്ടുള്ള ആയുസ് നശിച്ചു. മുടി സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ മുടി പിടിച്ച് വലിച്ചിഴച്ചിട്ടായിരുന്നു ആ സർക്കസിൽ കൊണ്ടുവന്ന് അവളെ വസ്ത്രാക്ഷേപം ചെയ്തത്. അങ്ങനെ മുടി പിടിച്ചത് കൊണ്ടുള്ള ആയുസ് നശിച്ചവർ എന്നിവിടെ സൂചിപ്പിക്കുകയാണ് ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. സാധയിത്വാ ജാതശത്രു സ്വരാജ്യം കിരവേഹൃതം ഘാതയിത്വാ സദോ രാജ്ഞ ഗജസ്പർശക്ഷദായുഷ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാദാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും